നമസ്കാരം. നമ്മളിന്നൊരു കരിമീൻ ഫിഷ് മോളി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് കരിമീൻ വറുത്തു, ഡീപ് ഫ്രൈ ചെയ്തു കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ മസാലയൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെ അതെല്ലാം ഒന്ന് വഴറ്റി നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്ക് അതിലേക്ക് പൊടികളിടാം. ഞാൻ അതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി അത്രേ ഉണ്ടായിരുന്നുള്ളൂ. മുളക് പൊടി അധികം ഒന്നും ഇട്ടില്ല കേട്ടോ, തീരെ കുറച്ചേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതെല്ലാം ഇട്ടു. അങ്ങനെ നമ്മളതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് കൂടുതൽ സമയം വഴറ്റുകയാണെങ്കിൽ അത്രയും കൂടി കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് തേങ്ങാപ്പാലിലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പം ഒന്നാം പാൽ മാറ്റി വയ്ക്കുക. രണ്ടാം പാലിൽ നമുക്ക് ആദ്യം മീനെല്ലാം ഇട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും തിളച്ചൊന്ന് സെറ്റാകുമ്പോൾ ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളയ്ക്കൊന്നും വേണ്ട കേട്ടോ. അപ്പം തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ നമ്മളിന്നുണ്ടാക്കിയത് താറാവ് റോസ്റ്റാണ്. ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഇത് നാടൻ താറാവല്ല, നമ്മൾ ബ്രോയിലർ താറാവിനെയാണ് വാങ്ങിച്ചത്. കാരണം നാടൻ താറാവിന് അധികം ദശയൊന്നും ഉണ്ടാവില്ല, അപ്പോൾ പിള്ളേർക്ക് അത്ര അങ്ങോട്ട് താല്പര്യമില്ല അത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രോയിലറാണ് വാങ്ങിച്ചത്. ബ്രോയിലർ വരുമ്പോൾ ഒരു 3-3.5 കിലോ വരും. അപ്പോൾ ഇത്ര നമ്മൾ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഹസ്ബൻഡ്, അമ്മയും, അനിയനും, വൈഫും, പിള്ളേരും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾക്കും താറാവൊക്കെ ആകുമ്പോൾ ഇഷ്ടമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിലും കൂടുതൽ മസാലയൊന്നുമില്ല, ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് ചോറിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു യാത്ര പോവുകയാണ് കേട്ടോ. നമ്മൾ പോകുന്നത് നമ്മുടെ സ്ഥലം കുമര നിങ്ങൾക്കറിയാലോ. അപ്പം മെയിൻ സ്പോട്ട് എന്ന് പറയുമ്പോൾ അത് വേമ്പനാട്ട് കായൽ തന്നെയായിരിക്കും. അപ്പോൾ ഇവർക്കൊക്കെ അവിടെ കായലിലൊന്നും യാത്ര ചെയ്യണമെന്ന് പറഞ്ഞു, ഇവരൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ പോകാമെന്ന് കരുതിയിട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് കുമരകത്ത് ടൂറിസ്റ്റ് വില്ലേജ് ആണെങ്കിലും ഏറ്റവും മെയിനായിട്ടുള്ള സ്പോട്ടെന്ന് പറയുന്നത് അത് കവണാറ്റുകരയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ എടുത്തു പറയുന്നത് അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെയാണ് കൂടുതലും ഇപ്പം നമ്മൾ എന്നാ ബുക്കിങ്ങുകളും, ഇപ്പോൾ ഹൗസ് ബോട്ടിൻ്റെ ആണെങ്കിലും അല്ലാതെ സ്പീഡ് ബോട്ടാണെങ്കിലും ഒക്കെ ബുക്കിംഗ് ഓഫീസുകളും എല്ലാം തന്നെ കൂടുതലായിട്ടുള്ളത് അവിടെയാണ്. കാരണം റിസോർട്ടുകളുടെയൊക്കെ ആ ഒരു ഏരിയ അവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് അവിടെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വന്ന് നിൽക്കാൻ പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്ന് നിന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഷിക്കാരി ബോട്ടാണ് കേട്ടോ. സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സ്പീഡ് ബോട്ടിൽ ഇത്രയും പേർക്ക് കയറാൻ പറ്റില്ല, 4 പേർക്കൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 2 സ്പീഡ് ബോട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് യാത്രയുടെ ആ ഒരു രസം പോകില്ല. അതിൽ നല്ലത് നമ്മളിങ്ങനത്തെ ഷിക്കാരി ബോട്ടിൽ പോകുന്നതാണ്. അപ്പോൾ ഷിക്കാരി ബോട്ടും ഹൗസ് ബോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല ശരിക്കും. റൂംസ് ഉണ്ട് ഹൗസ് ബോട്ടിലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഷിക്കാരി ബോട്ടിൽ അതില്ല. ഇപ്പോൾ ടോയ്ലറ്റ് സൗകര്യം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് 4:30 മണിക്കാണ് നമ്മളിപ്പോൾ കയറുന്നത് തന്നെ. അപ്പോൾ 6:30 വരെ കായലിൽ അലൗഡ് ആയിട്ടുള്ളൂ. 6:30 കഴിയുമ്പോൾ നമുക്ക് കായലിൽ ഇറങ്ങാൻ പറ്റില്ല, നമ്മൾ കയറണം, അങ്ങനെയാണ് റൂള്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോവാണ്. ഇപ്പം എനിക്ക് തോന്നി ഇതൊരു നമ്മളിപ്പം ആകെ 9 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും വലിയ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ എങ്കിലും നമുക്കിത് ഇത്രയും സൗകര്യം ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് നല്ലതായിരുന്നു. കാരണം നല്ല വ്യൂ ഒക്കെ കിട്ടും, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിലും ഒക്കെ നല്ലതായിരുന്നു, നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് പോവാണ്. ഇത് കണ്ടോ, ഹൗസ് ബോട്ടുകളൊക്കെ കണ്ടോ. ഇതിപ്പോൾ ഒരു സൺഡേ ആയിരുന്നു, പക്ഷേ എങ്കിൽ പോലും വലിയൊരു തിരക്കൊന്നും കണ്ടില്ല. ശരിക്കും സീസൺ ടൈമാണ്, പക്ഷേ അത്ര ഒരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ യുദ്ധവും കാര്യങ്ങളൊക്കെ വന്നു, ഫോറിനേഴ്സിനൊക്കെ ആണെങ്കിലും വരാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പം അധികം അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകളെ ഒന്നും ഇപ്പോൾ കാണാനില്ല. ഇപ്പം വെളിയിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിലും വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യാനല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവരൊന്നും അങ്ങനെ അധികം വരുന്നില്ലല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പം ഇത് ബോട്ട് ചാലാണ് കേട്ടോ. ബോട്ട് വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ തോടാന്ന് പറഞ്ഞാലും അത്യാവശ്യം വീതിയുള്ള തോടാണ് കേട്ടോ, പക്ഷെ ഭയങ്കര ആഴാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ഈവനിങ് ആയതുകൊണ്ട് തന്നെ രാവിലെ തൊട്ട് കായലിലൊക്കെ കറങ്ങി ക്ഷീണിച്ച് ഹൗസ് ബോട്ടുകളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഒരു ഹൗസ് ബോട്ട്, സ്പീഡ് ബോട്ടും ഒക്കെ വരുന്നുണ്ട്. അതേ കണ്ട ഹൗസ് ബോട്ടാണ്. 2 ബെഡ്റൂം ഉണ്ട് കേട്ടോ ഇതിൽ. സിംഗിൾ ബെഡ്റൂമുള്ള ഹൗസ് ബോട്ടുകളുണ്ട്, 2 ബെഡ്റൂമുള്ള ഹൗസ് ബോട്ടുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഹൗസ് ബോട്ടാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എടുക്കാം. ഈ സൈഡിൽ കിടക്കുന്നത് കണ്ടോ, അതെല്ലാം ഹൗസ് ബോട്ടുകളാണ് കേട്ടോ. ബുക്കിംഗ് ഇല്ലാത്ത ഹൗസ് ബോട്ടുകളൊക്കെയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ വലിയൊരു റേറ്റിലേക്കൊന്നും പോകാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഷിക്കാരി വള്ളങ്ങൾ തന്നെയാണ്. അതേ കണ്ട ഈ പോകുന്ന ഹൗസ് ബോട്ടും അത് ഹൗസ് ബോട്ടാണ്. 2 ബെഡ്റൂം ഉണ്ട് അതിലും.
പിന്നെ 2 ബെഡ്റൂം എന്ന് പറഞ്ഞാൽ 2 ഫാമിലിക്ക് അതിൽ താമസിക്കാം. പിന്നെ ഈ ഹൗസ് ബോട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ പോയിട്ട് വൈകുന്നേരം ഇറങ്ങണം. അതിൽ ഫുഡൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരോട് പറഞ്ഞാൽ അവർ ഫുഡ് ഇപ്പം നിങ്ങൾ കയറുന്ന സമയത്ത് ഒരു വെൽക്കം ഡ്രിങ്ക്, പിന്നെ ലഞ്ച് ഉണ്ട്, പിന്നെ സ്നാക്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഷിക്കാരി ബോട്ടിൽ നമുക്ക് അതൊന്നുമില്ല, നമ്മൾ വേണമെങ്കിൽ സ്നാക്സ് ഒക്കെ കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് കായലിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പം നമ്മൾ കണ്ടത് ലഗൂണ എന്ന് പറയുന്ന ഒരു റിസോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കായലിലേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഈ ഒരു ഈവനിങ് ടൈമിലാണ് പോയതുകൊണ്ട് ഞങ്ങൾ സ്നാക്സും ഒക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് അപ്പോൾ അവർ നമ്മൾ കയറുമ്പോൾ തന്നെ അവർ ചോദിക്കും നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് പോകേണ്ടതെന്ന്. നമുക്കിപ്പോൾ ആകെ 2 മണിക്കൂറുള്ളതുകൊണ്ട് ഒരുപാട് അങ്ങനെ കറങ്ങാനൊന്നും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം, കായലൊന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി അങ്ങനെ തന്നെ തിരിച്ചു വന്നത്. ഇപ്പോൾ ഈ കാണുന്ന പാതിരാമണലാണ്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസത്തെ ട്രിപ്പാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പാതിരാമണലിൽ പോയി അവരവിടെ നിങ്ങളെ കയറ്റും. അവിടെ കയറിയിട്ട് 1 മണിക്കൂറൊക്കെ അവിടെ കറങ്ങിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ ബോട്ട് അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇത് കണ്ട ഹൗസ് ബോട്ടുകളൊക്കെ ഇതെല്ലാം തിരിച്ചു പോകുന്ന ടൈമായി കേട്ടോ. ഇപ്പോൾ കണ്ട ലൈറ്റ് ഡിമ്മായി സൺസെറ്റ് ആവുകയാണ്. അപ്പം ഇനി നമുക്ക് കൂടുതൽ സമയം കായലിൽ നിൽക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു സൺസെറ്റ് എന്ന് പറയുമ്പോൾ ആകെ ഓളത്തിനൊക്കെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഡേ ടൈമിലെ പോലെയല്ല, ജസ്റ്റ് ഒരു വ്യത്യാസമുണ്ട്. പിന്നെ മൊത്തത്തിലൊരു ചുവപ്പ് നിറം വരും. നല്ലൊരു നല്ലൊരു ആംബിയൻസാണ് കേട്ടോ ആ ഒരു ടൈമിൽ. അപ്പോൾ നമ്മൾ പതിയെ തിരിച്ചു പോരുകയാണ്. അപ്പോൾ തിരിച്ചു പോരുന്ന സമയത്ത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു റിസോർട്ടാണ് ഇത് ഓരോ കോട്ടേജുകളായിട്ടാണ് കേട്ടോ ഇവിടെ റൂംസ് ഉള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് ഈ വെളിയിലേക്കുള്ള ഒരു വ്യൂ ഉണ്ടായിരുന്നു, ബെഞ്ചൊക്കെ ഉള്ള ഒരുപാട് ലൈറ്റെല്ലാം അറേഞ്ച് ചെയ്തിട്ട് അവിടെയൊക്കെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളിത് ഇപ്പോൾ തിരിച്ചു പോരുകയാണ്. ഒരു 2 മണിക്കൂറെന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഒരു സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു കേട്ടോ. എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു യാത്ര പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് തന്നെ. അത് കണ്ടോ, അപ്പം നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പം നമ്മുടെ ആ ഒരു ടൈം കഴിഞ്ഞു. ഇനിയിപ്പോൾ കായലിലധികം ബോട്ടുകളൊന്നും തന്നെ ഇല്ല, എല്ലാം തിരിച്ചു വരണം. കാരണം ഈ 6:30 നമ്മൾ കയറണം എന്നുള്ളത് പറയുന്നത് വലക്കാരൊക്കെ ഇല്ല, അവർക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ കൊണ്ട് തീർന്നു. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു ഫാമിലിയല്ലേ വന്നത്. ഇപ്പം നിങ്ങളൊരു 3-4 ഫാമിലി ആണെങ്കിൽ പോലും ഈ ഒരു ഇത്രയും ഒരു സ്പേസ് നിങ്ങൾക്ക് മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റേറ്റ് ഒന്നും വരുന്നില്ല. നമുക്ക് മണിക്കൂറിന് 1000 രൂപ വെച്ചിട്ടാണ് ആയത്, 2 മണിക്കൂറിന് 2000 രൂപ. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇങ്ങനെ ശിക്കാരി ബോട്ടുകളൊക്കെ എടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് മതിയാവും. അപ്പോൾ ഓക്കെ, താങ്ക് യു.